ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ OnePlus 13s ഒരു ഇനീഷ്യൽ റിവ്യൂ ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 വീക്കായിട്ട് സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ കളർ നമ്മുടെ 12GB 256GB മോഡലാണ്. നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് 55,000 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് 512GB വേണ്ടി വേണമെങ്കിൽ 60,000 വരും. നമുക്ക് ഇതിന് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3,000 രൂപയുടെ കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം ഒരു ചോട്ടാ കുട്ടാപ്പി ലുട്ടാപ്പി ഫോൺ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാധനമാണ് ഇതിന്. അപ്പോൾ 6.3 ഇഞ്ച് വരുന്നുണ്ട്, LTP വരുന്നുണ്ട്, AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത് സംഭവമാണത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ കാറ്റഗറി എന്ന് പറയുമ്പോൾ പറയാം സാധനത്തിന്. നല്ല കിടിലൻ ഡിസ്പ്ലേ ഉണ്ട്. ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. ബെസ്റ്റെല്ലാം നമുക്ക് കാണാനേ പറ്റില്ല അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്കിപ്പോൾ ഇതിൽ ഓക്സിജൻ വോയിസ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഫീച്ചേഴ്സും കുറേ ആനിമേഷനൊക്കെ സൂപ്പറാണ്. ഫിംഗർ പ്രിൻറ്റ് ഫാസ്റ്റാണ്, ഭയങ്കര പറയുമ്പോൾ ഒപ്റ്റിക്കലാണെങ്കിലും ഭയങ്കര ഫാസ്റ്റാണ്, ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്കിതിൽ ക്യാമറ മെയിനായിട്ട് കുറേ പേർക്ക് ഇഷ്യൂ പറയുന്നത് ക്യാമറയാണ്. ഇതിൽ നമുക്ക് 50 മെഗാപിക്സലിൻ്റെ 2 ക്യാമറയും ഫ്രണ്ടിലും 32 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഇതിൽ ഉള്ള ക്യാമറ സെൻസേഴ്സ് കിടിലൻ ക്യാമറാസ് ആണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ കുറേ പേര് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒക്കെ പറയണറിയും വിവോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ X200FE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ X200FE ആണ് ക്യാമറയിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുമ്പോൾ അത് കുറേയൊക്കെ സത്യമാണ്. പക്ഷേ അത് വിചാരിച്ചിട്ട് ഇതിൻ്റെ ക്യാമറ മോശം എന്നല്ല നമ്മൾ പറയുന്നത്. ഇതിലെന്താ വെച്ചാൽ ഒരു സെൻസർ മിസ്സിങ് ആയതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇത്. അല്ലാത്ത പക്ഷം ഇതിലുള്ള ക്യാമറ സെൻസർ കിടിലനാണ്. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ്, അല്ല നല്ല കിടിലൻ ഫോട്ടോ തന്നെയാണ് വരുന്നത്. അത് ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ നിങ്ങൾക്ക് വീഡിയോസ് ആയിക്കോട്ടെ എല്ലാം നല്ല കിടിലൻ സാധനം തന്നെയാണ് വരുന്നത്. അതൊരു കമ്പാരിസൺ നമുക്ക് ഒരു കുറവ് നമുക്ക് സത്യം പറഞ്ഞാൽ പറയാനില്ല. പക്ഷെ അതൊരു സെൻസർ മിസ് ചെയ്തത് അതൊരു മെയിൻ കോണായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൽ Type-C 2.0 ആണ് വരുന്നത്. അത് വേണമെങ്കിൽ ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നില്ല, അതും വേണമെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു കോണായിട്ട് വേണമെങ്കിൽ പറയാം. ഇതിൽ പക്ഷേ eSIM സപ്പോർട്ട് വരുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണ്. നമുക്ക് X200FE അത് വരുന്നില്ല. പിന്നെ നമുക്കൊരു പ്ലസ് സ്ക്രീൻ ഒരു സാധനം വരുന്നുണ്ട്. അത് നമുക്ക് എന്താ പറയുക ടോഗിൾ ബട്ടണായിട്ട് ഉപയോഗിക്കാം, ക്യാമറ ബട്ടണായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ എല്ലാ സംഭവമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമാണ്. ബാറ്ററി ബാക്കപ്പ് നമുക്ക് അത്യാവശ്യം നല്ല ഒരു ബാറ്ററി ബാക്കപ്പ് 10 മണിക്കൂറൊക്കെ നമുക്ക് സുഖമായിട്ട് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. 5850 mAh ബാറ്ററിയാണ് വരുന്നത് ഇൻബിൽഡായിട്ട്. അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ചാർജറും എല്ലാം നമുക്ക് ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇൻബിൽഡായിട്ട് നമുക്ക് സ്ക്രീനിങ് ഗാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 50,000 റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ, പ്രത്യേകിച്ച് നിങ്ങളൊരു കോമ്പാക്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് തന്നെ പറയാവുന്ന സംഭവം തന്നെയാണ്. ഫിംഗർ പ്രിൻറ്റ് ഫാസ്റ്റാണ്, ഒപ്റ്റിക്കലാണെങ്കിലും നല്ല ഫാസ്റ്റാണ്, ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെന്താ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ നല്ല കിടിലാണ് ബിൽഡ് ക്വാളിറ്റിയാണ്. 185 ഗ്രാമൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ, പക്ഷെ അത്രയ്ക്കൊന്നും ഫീൽ ചെയ്യില്ല സത്യം പറഞ്ഞേട്ടാ. പിന്നെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ്, അവരുടെ എന്താ പറയുക പ്രൊപ്പറേറ്ററി ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് വരുന്നത്. പിന്നെ എന്താ പറയുക ഫ്രെയിം മെറ്റൽ തന്നെയാണ്, ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ കളറാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. 3 കളറാണ് നമുക്കുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പിങ്ക് എനിക്ക് തീരെ മോശമായിട്ട് തോന്നി. പിന്നെ ഉള്ളത് ഗ്രേ ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, പിന്നെ ഈ ഗ്രീനുമാണ് വരുന്നത്. പിന്നെ നമുക്കതിൽ ഓക്സിജൻ വോയിസ് 15 ആണ് വരുന്നത്. 4 കൊല്ലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അത് മറ്റേലും കിട്ടും, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ വാങ്ങിച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി OnePlusൻ്റെ ഒഫീഷ്യൽ സൈഡിൽ തന്നെ എടുക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ഒരു മാസത്തിനുള്ളിൽ എടുത്താൽ മതി. നമുക്ക് സുഖമായിട്ട് എക്സ്റ്റൻഡ് വാറണ്ടിയോ അല്ലെങ്കിൽ വാട്ടർ ഡാമേജ് റിപ്പയറോ അങ്ങനെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതിൽ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് IP65 റേറ്റിംഗ് മാത്രമേ ഉള്ളൂ. IP68 പോലും ഇല്ല. അതൊരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ സ്പീക്കർ ക്വാളിറ്റിയൊക്കെ കിടലാണ്, നല്ല സൗണ്ട് വരുന്നുണ്ട്. X200FE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല സ്പീക്കർ ക്വാളിറ്റി വരുന്നുണ്ട്, വോളിയം നല്ല ലൗഡ്നെസ്സും വരുന്നുണ്ട്. പിന്നെന്താ കോൾ ക്വാളിറ്റി ആയാലും നോക്കി കഴിഞ്ഞാൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ നമുക്കിതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു വിചാരിക്കുന്നു. വൈഫൈ ഇഷ്യൂസ് നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ അവരുടെ OnePlusൻ്റെ പ്രൊപ്പറേറ്ററി വൈഫൈ അഡാപ്റ്റർ ചിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു റേഞ്ച് ഇഷ്യൂ വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം വലിയ മോശങ്ങളൊന്നുമില്ല. റേഞ്ച് ചെറുതായിട്ട് അത് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു ഭയങ്കര റേഞ്ച് ഇഷ്യൂ അല്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മോഡത്തിൽ നിന്ന് ഭയങ്കര ദൂരമൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് നോർമലി ബാക്കിയുള്ള കോൾകോമിൻ്റെ മോഡം പിടിക്കുന്ന പോലെ തന്നെ ഒരു റേഞ്ച് പിടിക്കുന്നില്ല. അതൊരു ഇഷ്യൂസായിട്ട് തോന്നി. വേറെ കുഴപ്പങ്ങളൊന്നും സംഭവമായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ബ്ലൂടൂത്ത് ആയിക്കോട്ടെ എല്ലാം കിടിലനാണ്, ലേറ്റസ്റ്റ് ആണ് വരുന്നത്. സൗണ്ട് ക്വാളിറ്റി ആയിക്കോട്ടെ ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ എല്ലാം നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് നോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ നമുക്ക് ഈ കേസും വരുന്നുണ്ട്. ഇതും അത്യാവശ്യം നല്ല കേസാണ് കേട്ടോ. കണ്ടോ, നമുക്ക് ഏത് കളറാണ് നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ ആ കളർ കേസായിരിക്കും നമുക്ക് കിട്ടുക. ഇതും അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കേസാണ്, ലൈറ്റ് വെയിറ്റ് കേസാണ്, അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് റഫ് യൂസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേസ് തന്നെയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. സെപ്പറേറ്റ് വേണമെങ്കിൽ കേസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. OnePlusൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു OnePlus 13R ഇവിടെ കിട്ടുന്ന കേസിനായിട്ടും നല്ല കേസാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പറയുമ്പോൾ വില കൂടുതലാണ് കുറച്ച് പോട്ടെ. അപ്പോൾ
ഇതാണ് നമ്മുടെ ഓവറോൾ ക്യുക്കായിട്ടുള്ള ഒരു OnePlus 13s ഒരു റിവ്യൂ. ഇത് റെക്കമെൻഡ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഓഫ് കോഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. വൺ ഓഫ് ദി ബെസ്റ്റ് കിഡിലൻ ഫോൺ, പ്രത്യേകിച്ച് OnePlus റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാറ്റഗറിയിൽ വാങ്ങിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ്, പ്രത്യേകിച്ച് ഓവറോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗെയിമിംഗ് എല്ലാ സംഭവം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഇത് കണ്ണും പൂട്ടി എടുക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ X200 FE ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ പെർഫോമൻസിന് വലിയ കാര്യം പറയാൻ പറ്റില്ല. ഇതിൽ 9300+ എന്നൊരു പ്രൊസറാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ 88 അടുത്ത് കൂടെ ഒന്നും പോയില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ IQ13 വാങ്ങിക്കേണ്ടി വരും. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറ പക്ഷേ നമ്മുടെ IQ13 ആണ് കുറച്ചുകൂടി, അല്ല OnePlus 13 ആണ് ബെറ്റർ കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, ഫിംഗർ പ്രിൻറ്റ് ബെറ്ററാണ്. അതേപോലെ തന്നെ നമുക്ക് 50 മെഗാപിക്സലിൻ്റെ സെൻസർ കിട്ടുന്നുണ്ട്, വലിയ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇത് പക്ഷേ കോമ്പാക്ട് ഫോൺ സെഗ്മെൻറ്റിൽ വരുന്നല്ലോ. 6000 mAh ബാറ്ററി വരുന്നുണ്ട്, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ടോപ്പ് നോച്ചാണ് ഈ സാധനത്തിൽ IQ13. ഇതിലാകുമ്പോൾ ഇതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇത് ഞാൻ കമ്പാരിസൺ ചെയ്തിട്ടുണ്ടുണ്ട് വീഡിയോ. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ, നമ്മുടെ മെയിൻ ചാനലിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ക്യുക്കായിട്ടുള്ള ഒരു IQ13s റിവ്യൂ. റെക്കമെൻഡഡ് ആണ്, വെർഡിക്റ്റ് റെക്കമെൻഡഡ് ആണ്. നിങ്ങൾക്ക് ഒരു കുട്ടി OnePlus ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഹൈലി റെക്കമെൻഡ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കണ്ടു പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ലിമിനൽസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ അടച്ചിട്ട് ഫീൽഡൊക്കെ വർക്കത്തുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത കാണാം.